വ്യൂവേഴ്സ് വെൽക്കം ടു റേസ് ഏഗൺ. അപ്പൊ മക്കളെ, നമുക്ക് 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഏത്? നമ്മുടെ ശ്രീനാരായണ ഗുരു, പത്രനീതി, അതുപോലെ തന്നെ കോഴിയും കിഴവിയും. ഇതിൽ നിന്നായിരിക്കും നമുക്ക് എന്താണ് ഇതുവരെ നമുക്ക് എന്താണ് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ 3 പാഠഭാഗങ്ങളിൽ നിന്നാണ്. എന്തായാലും പാഠഭാഗത്തെ കുറിച്ച് മിസ് എന്തായാലും കോണ്ടന്റ് വീഡിയോ ഇടാം. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്, ഏത് തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയേ, ഇവിടെ എന്താണ്, അതായത് കോഴിയും കിഴവിയും എന്ന കഥയ്ക്ക് ഒരു നിരൂപണം, അതായത് നമ്മൾ അതിനെ എന്താണ് എഴുത്തുകാരനെ കുറിച്ച്, അതുപോലെ തന്നെ തലക്കെട്ടിനെ കുറിച്ച്, അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ എന്താണ് അവരുടെ സംഭാഷണം, ആ കഥ, അതിലെ ആഖ്യാന രീതി, എഴുതിയിരിക്കുന്ന രീതി, അതിൽ പറഞ്ഞിരിക്കുന്ന കഥ എങ്ങനെയാണ്, സാധാരണക്കാരന്റെ ഭാഷയിലാണോ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ നമ്മൾ ആ മൊത്തത്തിൽ എന്താണ് കഥയെ നിരൂപണം ചെയ്യുകയാണ് അല്ലെ. അതിനെ എന്താണ് നമ്മളിങ്ങനെ കീറി മുറിച്ച് എഴുതില്ലേ, അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചും അവരുടെ സവിശേഷതകളെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും അതിലെ പ്രയോഗങ്ങളെ കുറിച്ചും എല്ലാം എന്താണ് നമ്മൾ A to Z കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതുന്നതാണ് എന്ത്, നിരൂപണം. കേൾക്കുന്ന സമയത്ത് ആരും ഞെട്ടണ്ട. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതും, പാഠഭാഗം എഴുതിയത് ആരാണ് എന്ന് എഴുതും. നിങ്ങൾ ആലോചിക്കണം, 6 മാർക്കിന് നമുക്ക് എത്രയാണ് 3 പാരഗ്രാഫ് എങ്കിലും നമ്മുടെ ഉത്തര പേപ്പറിൽ ഉണ്ടായിരിക്കണം അല്ലെ. 6 മാർക്കിന് എഴുതുന്ന സമയത്ത് 3 പാരഗ്രാഫ് എങ്കിലും നിങ്ങളുടെ ഉത്തര പേപ്പറിൽ ഉണ്ടായിരിക്കണം. അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പാഠം, എഴുത്തുകാരൻ, കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാം. ഈ ഒരു കഥയുടെ നിരൂപണമാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കഥയുടെ നിരൂപണം അല്ലെങ്കിൽ ആസ്വാദനമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാഠഭാഗം, എഴുത്തുകാരൻ, കാര്യങ്ങളൊക്കെ പറയുക. അതൊരു പാരഗ്രാഫിൽ തലക്കെട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ കഥയിലേക്ക് കടന്നിരിക്കണം. അതിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവം, രൂപം, അതുപോലെ തന്നെ കഥ നടക്കുന്ന പശ്ചാത്തലം, അതിൽ പറഞ്ഞിട്ടുള്ള സംഭാഷണം, പ്രയോഗങ്ങൾ, പിന്നെ ആ ഒരു കഥ എഴുതിയിരിക്കുന്ന ഭാഷ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാന 3ാമത്തെ പാരഗ്രാഫിൽ ഈ ഒരു സമൂഹം ഇന്നത്തെ കാലഘട്ടത്തിലെ അയൽപ്പക്ക ബന്ധങ്ങളിലുള്ള വീഴ്ചകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമൂഹത്തെ എന്ത് ചെയ്യാം, തട്ടിച്ചുകൊണ്ട് അല്ലെ, ഇത്തരത്തില് സമൂഹത്തിനിടയിലുള്ള അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും എങ്ങനെയാണ് അല്ലെ എന്താ പറയുന്നത് വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ് കോഴിയും കിഴവിയും എന്ന കഥ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു പേജും അതിന്റെ മറുവശത്തും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ് 1.5 നമുക്ക് എഴുതി എളുപ്പത്തിൽ എന്താണ് മാർക്ക് മേടിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ഇനി രണ്ടാമത്തത്, അതിന്റെ ഉത്തരം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കോഴിയും കിഴവിയും എന്ന കഥയുടെ പ്രധാന സവിശേഷതകൾ നമ്മൾ എഴുതുക. പിന്നെ സാധാരണക്കാരുടെ ജീവിത ചുറ്റുപാടുകളെ നർമ്മത്തിലാണ് അല്ലെ, നർമ്മത്തിലാണ്, ചിരി കലർത്തിക്കൊണ്ടാണ് ഇതിൽ പറയുന്നത്. മാനുഷിക ഭാവങ്ങളുടെ ഫലപ്രദമായിട്ടുള്ള അവതരണം നമുക്ക് ഈ കഥയിൽ കാണാം എന്നൊക്കെ ഇതിൽ ഈ പോയിന്റ്സ് കൂടെ കൂട്ടിച്ചേർക്കുക. ഇനി അടുത്തത് നമുക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പാഠഭാഗത്തിൽ നിന്നായിരിക്കും. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ദർശനങ്ങളുടെ സമകാലിക പ്രസക്തി അതെന്തായാലും ചോദിക്കുന്നതാണ്. കാരണം ഇന്ന് എന്തായാലും ചോദിക്കും. കാരണം അത്രയും സമൂഹത്തിൽ എന്താണ് ഒരുപാട് അക്രമങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വരുന്ന അല്ലെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവിന്റെ പാഠഭാഗത്തെ കുറിച്ചിട്ട്. അതിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ദർശനങ്ങളുടെ ഇന്നത്തെ പ്രസക്തിയാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അല്ലെ 3 പാരഗ്രാഫ് ആക്കി തിരിച്ചോളണം. ആദ്യ പാരഗ്രാഫിൽ എന്താണ് നമ്മൾ ഇതിൽ എഴുത്തുകാരൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് എന്താണ് കുഴപ്പമില്ല, ശ്രീനാരായണ ഗുരുവിന്റെ സവിശേഷതകളെ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് കോട്ടിങ്സ് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം, ശ്രീനാരായണ ഗുരു ആരാണ്, മറ്റു സന്യാസിമാരിൽ നിന്ന് ശ്രീനാരായണ ഗുരു എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു എന്നതൊക്കെ ഒരു ചെറിയ പാരഗ്രാഫിൽ കൊടുത്തിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ല, സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ രാജ്യമാണിത്, മനുഷ്യജാതി എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രഥമ അവതാരകനാണ് അദ്ദേഹം. അതുപോലെ തന്നെ എന്താണ് ജാതി പാതാളത്തിൽ മുങ്ങിപ്പോയിരുന്ന ജനസമൂഹത്തെ ആ അന്ധകാരത്തിൽ നിന്നും അവരെ കരകയറ്റിയത് ശ്രീനാരായണ ഗുരു ആണെന്ന് പറയണം. അതുപോലെ തന്നെ അദ്ദേഹം എന്തിനായിരുന്നു കൂടുതൽ മുൻതൂക്കം നൽകിയിരുന്നത് അല്ലെ, വിദ്യാഭ്യാസത്തിനും തൊഴിൽശാലകൾക്കും അതുപോലെ തന്നെ എന്താണ് അല്ലെ മനുഷ്യ നന്മയ്ക്കുമായിരുന്നു അദ്ദേഹം എന്താണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അവരുടെ ജാതി അറിയാം, മനുഷ്യന് മാത്രമാണ് അവന്റെ ജാതി മനുഷ്യനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്. ഇങ്ങനെ എന്താണ് മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് വെളിച്ചം വീശിയ ഒരു എന്താ പറയുന്നത് നവോത്ഥാന നായകനാണ് ശ്രീനാരായണ
ശ്രീനാരായണ ഗുരു എന്ന് അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ അറിവിനെയും അതുപോലെ തന്നെ പ്രവൃത്തിയെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പ്രായോഗിക വേദാന്തത്തിനാണ് അദ്ദേഹം എന്താണ് മുൻതൂക്കം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. മറ്റുള്ള സന്യാസിമാർ അവരുടെ മോക്ഷത്തിന് മാത്രം എന്താണ് ശ്രമിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു? സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തെ ഉദ്ധരിപ്പിക്കാൻ എന്താണ് പ്രവർത്തിച്ചു. അതിനുശേഷം മൂന്നാമത്തെ ഇങ്ങനത്തെ ഉദ്ധരണികളൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുക. ഉദ്ധരണികളൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ടിലേക്ക് എഴുതി വെച്ച് പഠിച്ചോളണം. അതിൽ ഞാൻ എന്തൊക്കെ എസ്സേയിൽ ഞാൻ എന്തൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ കോട്ടിങ്സ് കൊടുക്കുക എന്ന് ആലോചിച്ചോളണം. ഏറ്റവും മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താണ് 19ാം നൂറ്റാണ്ടിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെ നമ്മുടെ ജാതി അത്രത്തോളം കൊടികുത്തി വാർന്നിരുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു നമ്മുടെ സമൂഹത്തെ ഉദ്ധരിപ്പിക്കാൻ നോക്കിയെങ്കിലും ഇന്നും എന്താണ് അതിന്റെ 10 മടങ്ങ് താഴോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിലും എന്താണ് നമുക്ക് പ്രത്യക്ഷമായി തന്നെ ഈ ജാതി വേർതിരിവ് കാണാം. അതുപോലെ തന്നെ അക്രമങ്ങളും അനീതികളും ഒക്കെ എന്താണ് നമുക്ക് ഇന്ന് കൂടി വരികയാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു സന്ദേശങ്ങൾക്ക് എന്താണ് ഏറ്റവും അധികം അല്ലെ എന്താണ് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, പ്രസക്തി ഏറി വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ എഴുതിക്കൊള്ളണം. എങ്ങനെ എഴുതാം? ആദ്യം നിങ്ങൾ ശീർഷകം കാര്യങ്ങളൊക്കെ കൊടുത്ത് എഴുതണം. എന്താണ് ഇവിടെ എന്താണ് മക്കളെ? ഉപന്യാസമാണ് അല്ലെ. ഉപന്യാസം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ മിനിമം 3 പാരഗ്രാഫ് വേണം. ഉപന്യാസത്തിന് തലക്കെട്ട് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് തലക്കെട്ട് കൊടുക്കുക. തന്നിരിക്കുന്ന തലക്കെട്ട് തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ് ശ്രീനാരായണ ഗുരു എന്ന് തലക്കെട്ട് കൊടുക്കാം. അതൊക്കെ ലൈവിൽ മിസ് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കാം. ഗുരുദർശനങ്ങളുടെ കാലിക പ്രസക്തിയെ കുറിച്ച് പറയണം. ജാതി ചിന്തകൾക്ക് എതിരെയുള്ള ഗുരുവിന്റെ വാക്കുകളൊക്കെ നിങ്ങൾ പറയണം. പിന്നെ അതുപോലെ തന്നെ ഒരു ജാതി ഒരു ദൈവം ഒരു ദൈവം മനുഷ്യന്, അതുപോലെ തന്നെ കർമ്മനിരതരായ ജീവിതശൈലി, അതായത് അദ്ദേഹം എപ്പോഴും എന്താണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസം, വ്യവസായം, സംഘാടനം, ഒത്തുചേരൽ, എല്ലാവരും ഒത്തുനിന്ന് അവനവന്റെ അവകാശത്തിന് വേണ്ടി പോരാടണം എന്ന് സാധാരണക്കാരോട് പറഞ്ഞു കൊടുത്തത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും അല്ലെ എന്താ പറയുന്നത് സമൂഹത്തെ മോചിപ്പിച്ച വിപ്ലവകാരിയാണ് ശ്രീനാരായണ ഗുരു. ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക. കൃത്യമായിട്ട് ഓരോ പാരഗ്രാഫിലും ഞാൻ എന്തൊക്കെ എഴുതണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ വേണം. അതായത് ഒരു പേജ് തന്നാൽ ഈ ഒരു വശത്തും ഈ ഒരു പുറത്തും എഴുതാനുള്ളത് ഉണ്ടാക്കിക്കൊള്ളണം. 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ എസ്സേക്ക്. ഇനി അടുത്തത് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? പത്രനീതിയിൽ നിന്നാണ്. അതായത് പത്രനീതിയിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു ചോദ്യം വരും. മാധ്യമങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത, അതായത് എന്താണ് മാധ്യമങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത, അതായത് അവരെന്താണ് സമൂഹത്തിനോട് ചെയ്യേണ്ടത്. നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പത്രങ്ങളുടെ ധാർമ്മികത എന്ന് നിങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ് ഇത് തന്നെ നിങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പത്രത്തെ കുറിച്ചിട്ട് എന്താണ് നല്ല ആളുകൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കോട്ടിങ്സ് നമ്മുടെ പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗത്തുണ്ട്. അപ്പൊ പത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നല്ല കോട്ടിങ്സ് വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നെപ്പോളിയൻ പോലും എന്താണ് ഭയപ്പെട്ടിരുന്നത് പത്രത്തെയാണ്. പത്രമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് തന്നെ. അങ്ങനത്തെ നല്ലൊരു കോട്ടിങ്സ് വെച്ച് തുടങ്ങുക. അതിനുശേഷം എന്താണ് പത്രങ്ങളുടെ ആ ഒരു വിരോധാഭാസത്തെക്കുറിച്ചും പത്രത്തെക്കുറിച്ചും മോശം പറഞ്ഞ ആളുകളെ കുറിച്ചൊക്കെ പറയാം. കാരണം എന്താണ് പത്രം അത്രത്തോളം എന്താണ് അതിൻ്റെ ആ ഒരു സത്യസന്ധതയിൽ നിന്നും ഇന്ന് ഒരുപാട് വ്യതിചലിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സുകുമാർ അഴീക്കോട് പോലും പറയുന്നത് ഞാൻ എന്താണ് ഇന്ന് ധൂമപാനം പോലെ പുകവലി പോലെ ഒരു ദുശീലമായതുകൊണ്ട് മാത്രമാണ് പത്രം വായിക്കുന്നത്. ഇന്ന് പത്രത്തിൽ സത്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ എന്താണ് അതിനെ ഒരുപാട് പത്രങ്ങൾ നിരത്തി വെച്ച് കൂട്ടുകയും ഗുണിക്കുകയും നിഗമനം ചെയ്യുകയും ചെയ്താലേ ഇന്ന് പത്രത്തിൽ നിന്നും സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യണം? പത്രങ്ങളും എന്താണ് വിമർശിക്കപ്പെടേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ആ 2 പാരഗ്രാഫിൽ നിങ്ങൾ നിർത്തുക. മൂന്നാമത്തെ പാരഗ്രാഫിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഉയർന്ന പാർട്ടികൾക്ക് വേണ്ടിയിട്ടും എന്താ പറയുന്നത് സാമുദായികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉയർച്ചയിലുള്ളവർക്ക് വേണ്ടിയിട്ടും എന്താണ് പത്രങ്ങൾ തങ്ങളുടെ വാർത്തകളെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പത്രങ്ങൾ എന്താണ് ലാഭം മാത്രം എന്താണ് മോഹിച്ചുകൊണ്ടാണ് അവരുടെ വാർത്തകളൊക്കെ വിനിമയം ചെയ്യുന്നത്. അതുപോലെ തന്നെ പത്രങ്ങൾ പലപ്പോഴും എന്താണ് അതിൻ്റെ ആ ഒരു ധാർമ്മികതയിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. ഇത്തരത്തിലല്ല. സമൂഹത്തിൻ്റെ കണ്ണാടി ആയിരിക്കണം പത്രങ്ങൾ എന്ന് പറയുന്നത്. സമൂഹത്തിന് വേണ്ടി നിലയുറക്കണം പത്രങ്ങൾ. എന്നാൽ മാത്രമേ ഒരു സമൂഹം കൃത്യമായിട്ടുള്ള ഒരു ദിശയിലേക്ക് ഇന്ന് പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് അഭിസംബോധന വേണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രഭാഷണമാണ്. പ്രഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു അറിവ് പകരുകയാണ്. അപ്പോൾ അത് പറയുന്നതാണ്. എൻ്റെ മുന്നിൽ കേൾക്കാനായിട്ട് കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരിക്കും. ഞാൻ എന്താണ് വേദിയിൽ നിന്ന് പറയുന്നതാണ് പ്രഭാഷണം. അപ്പം ഞാൻ പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? മാന്യരെ അല്ലെങ്കിൽ എന്താണ് മാന്യരെ അല്ലെങ്കിൽ
ബഹുമാനപ്പെട്ട സദസ്സിന് വന്ദനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ തുടങ്ങി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാഠഭാഗത്തെക്കുറിച്ച് മാധ്യമത്തിൻ്റെ ധർമ്മം, സത്യം, നീതി, ന്യായം, അതുപോലെ തന്നെ പത്രത്തെ പുകഴ്ത്തിയിട്ടുള്ള ആളുകളുടെ കോട്ടിങ്സ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യ പാരഗ്രാഫ് എഴുതുക. സെക്കൻഡ് എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മുടെ പാഠഭാഗത്തിൽ പത്രത്തെ കുറിച്ച് മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വർത്തമാനകാല പത്രങ്ങളുടെ ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ ഇന്ന് ഒരുപാട് പത്രങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ്, അതുപോലെ തന്നെ എന്താണ് അവർ പറഞ്ഞത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെ നമ്മൾ പത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവസാനത്തെ ആ ഒരു പാരഗ്രാഫിൻ്റെ തൊട്ട് മുന്നേ നോക്കിയാൽ അറിയാം, പത്രങ്ങൾ എന്താണ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വാർത്ത പ്രചരിപ്പിക്കുകയും അത് ശരിയാവുന്ന മട്ടിൽ എന്താണ് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതൊക്കെ എടുത്ത് എഴുതിക്കൊള്ളണം. പത്രത്തെക്കുറിച്ച് പ്രമുഖർ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ നിങ്ങൾ കൊടുക്കണം. ആടിനെ പട്ടിയും പട്ടിയെ പേപ്പട്ടിയുമാക്കുന്ന എന്താണ് മാധ്യമധർമ്മ രീതി, ഇതൊക്കെ പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എസ്സേക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കൊള്ളണം. മാധ്യമങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത എന്തായിരിക്കണം? മാധ്യമം അല്ലെ എന്താണ് സമൂഹത്തിന് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയായിരിക്കണം. സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും സമൂഹത്തിൻ്റെ നല്ല നടപ്പിനും എന്താണ് പത്രങ്ങൾ സത്യസന്ധമായിട്ടും ധാർമ്മികതയും പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അവസാനം എഴുതുന്ന സമയത്ത് എന്ത് വേണം? പ്രഭാഷണമാണെങ്കിൽ നന്ദി നമസ്കാരം കൂടെ എഴുതിയിട്ട് വേണം എൻ്റെ മക്കൾ അവസാനിപ്പിക്കാൻ. ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ 3 പാഠങ്ങൾ. ഇനിയുണ്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാക്കണ്ടോ, നമുക്ക് എന്താണ് കോഴിയും കിഴവിയും എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക. അതുപോലെ തന്നെ എന്താണ് പത്രപ്രവർത്തനത്തെക്കുറിച്ച്, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് എസ്സേ എഴുതുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗുരുദേവ ദർശനത്തിൻ്റെ മാനവികത, ഇങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്സേക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ട പാഠങ്ങളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അതുപോലെ തന്നെ എന്താണ് പത്രനീതിയെക്കുറിച്ചും അതുപോലെ തന്നെ കോഴിയും കിഴവിയും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള പാഠങ്ങളാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട മറ്റൊരു പാഠമാണ് പ്ലാവിലക്കഞ്ഞിയും അതുപോലെ തന്നെ നമ്മുടെ ഓണമുറ്റത്തും. അതുകൂടെ നിങ്ങളൊന്ന് കൂട്ടിച്ചേർത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? എസ്സേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഒരു 10 to 15 മിനിറ്റിനുള്ളിൽ എന്താണ് എസ്സേ എഴുതാൻ പറ്റുന്നില്ലേ എന്നുകൂടെ നിങ്ങൾ വീട്ടിലിരുന്ന് നോക്കണം. എന്നാൽ മാത്രമേ ടൈം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവരുത്. അപ്പോൾ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിനുള്ളിൽ എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഒരു എസ്സേ എടുക്കുക, ഒന്ന് എഴുതി നോക്കുക. നമ്മുടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് എഴുതി നോക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.